ഇന്ത്യയിലെ 108 വൈഷ്ണവ ആരാധനാ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. 108 ദിവ്യദേശങ്ങൾ എന്നായിരുന്നു ഈ ആരാധനാ കേന്ദ്രങ്ങൾ അറിയപ്പെട്ടിരുന്നത്. അനന്തനുമീതെ യോഗനിദ്രയിൽ വിശ്രമിക്കുന്ന ശ്രീ വിഷ്ണു ഭഗവാനാണ് ഈ ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി. നേപ്പാളിലെ ഗണ്ഡകി നദിയിൽ നിന്നും കൊണ്ടുവന്ന 12,008 സാളഗ്രാമങ്ങൾ പതിച്ച പീഠങ്ങളിലാണ് ശ്രീ പത്മനാഭസ്വാമിയുടെ പ്രതിഷ്ഠ. വിശേഷവിധിയായ കടും ശർക്കര യോഗക്കൂട്ടിലാണ് വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. കരിങ്കല്ലിൽ തീർത്ത വിശാലമായ ശ്രീകോവിലിൽ 18 അടി നീളത്തിലാണ് പ്രധാന പ്രതിഷ്ഠ സ്ഥിതി ചെയ്യുന്നത്. 3 വാതിലുകളിലൂടെയാണ് ദർശനം. ആദ്യ വാതിലിലൂടെ തലയും നെഞ്ചും, നടുവിലെ വാതിലിലൂടെ നാഭിയിൽ നിന്നുള്ള താമരയിൽ സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മാവും, മൂന്നാമത്തെ വാതിലിലൂടെ കാൽപാദവും കാണാം. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ അധികാരവും ശക്തിയും വർദ്ധിപ്പിച്ച് രാജ്യവിസ്തൃതിയും ഇരട്ടിപ്പിച്ച ശ്രീ മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് ഇന്നത്തെ രീതിയിൽ ഈ ക്ഷേത്രം പുതുക്കിപ്പണിതത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഈ ക്ഷേത്രത്തിൻ്റെ വളരെ കുറച്ച് പ്രത്യേകതകൾ മാത്രമാണ്. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം കാണാൻ പോകുന്നവർക്ക് വേണ്ടി അല്ലെങ്കിൽ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഉദ്ദേശിച്ചത്. രാത്രി തിരൂരിൽ നിന്നും പുറപ്പെടുന്ന 9:55 പുറപ്പെടുന്ന ട്രെയിൻ രാവിലെ 6:30 കൂടി നമ്മുടെ തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്നതാണ്. മാവേലി എക്സ്പ്രസ് ലോക്കൽ ക്ലാസ്സിന് വെറും 125 രൂപയേ ഉള്ളൂ. സെക്കൻഡ് ക്ലാസ്സിനാണ് ഉദ്ദേശിച്ചത്, വെറും 125 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് രാത്രി 8:50 പുറപ്പെടുന്ന ട്രെയിന് ഏകദേശം 4-5 മണിയോടുകൂടി നമ്മുടെ തിരൂരിൽ തിരിച്ചെത്തുന്നതാണ്. മാംഗ്ലൂർ സെൻട്രൽ എക്സ്പ്രസ് വെറും 130 രൂപ മാത്രമാണ് ഇതിൻ്റെ ചാർജ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ക്ഷേത്രത്തിലും ദർശനം നടത്താവുന്നതാണ്. നിങ്ങൾക്ക് ഇവിടുത്തെ ദർശനമെല്ലാം കഴിഞ്ഞ് രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാൻ ഒരു ചെറിയ കട പരിചയപ്പെടുത്തുകയാണ്. കുമാർ ഇഡ്ഡലി കട എന്നാണ് ഇതിൻ്റെ പേര്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഫേമസ് ആയി വരുന്ന ഒരു ബോളിയും പായസവും അതും ഈ ഒരു പരിസരത്ത് നമുക്ക് ലഭിക്കുന്നതാണ്. ഒരുപാട് ഐറ്റം ബേക്കറീസും നമുക്കിവിടെ ലഭിക്കുന്നതാണ്. ഇനി ഇവിടുത്തെ ദർശനമെല്ലാം കഴിഞ്ഞ് ഇവിടുത്തെ ഏകദേശ പരിപാടികളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ച് വരാനുള്ള ട്രെയിനിൻ്റെ സമയം എന്ന് പറയുന്നത് രാത്രി 8:50. അപ്പോൾ അതുവരെ സമയം ബാക്കി ഒരുപാട് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ പറയാൻ പോകുന്ന സ്ഥലങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. കാരണം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ സ്ഥലത്ത് കൂടി പോയി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഒരു എൻജോയ്മെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. അതുകൊണ്ട് ഈ ഒരു സ്ഥലങ്ങൾ നോട്ട് ചെയ്യുക. 1 ആഴിമല, രണ്ടാമത്തേത് തിരുവനന്തപുരം സിറ്റിയിൽ തന്നെയുള്ള മൃഗശാല, മൂന്നാമത്തേത് നമ്മുടെ യൂസഫ് അലി ഇഖാൻ്റെ ലുലു മാൾ, നാലാമത്തേത് വരുന്നത് നമ്മുടെ കോവളം ബീച്ചാണ്. എൻ്റെ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് കോവളം ബീച്ച് തന്നെയാണ്. കാരണം കോവളം ബീച്ചിലൂടെ നമ്മൾ ഒരു റൗണ്ട് അടിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് സമയം പോവും, ഒരുപാട് കാഴ്ചകളും അവിടെ കാണാൻ കഴിയും. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ വരുന്ന വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഇതിൽ ഒരു കാര്യം കൂടി പറയാൻ വിട്ടു. നിങ്ങളൊരു സിനിമാ പ്രേമിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരുവനന്തപുരം ഏരീസ് പ്ലസ് എന്ന് പറയുന്ന തിയേറ്ററിൽ നിന്നും ഒരു സിനിമ ആസ്വദിക്കാൻ കഴിയുകയാണെങ്കിൽ അത് നിങ്ങളുടെ സിനിമാ ജീവിതത്തിലെ അല്ലെങ്കിൽ തിയേറ്റർ എക്സ്പീരിയൻസിലെ ഏറ്റവും വലിയ ഒരു മനോഹരമായിട്ടുള്ള അനുഭവമായിരിക്കും.